നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫീഫ വേൾഡ് കപ്പിൽ ഇന്ന് അർജൻറ്റീന റൗണ്ട് ഓഫ് 16 പോരാട്ടത്തിൽ ഈജിപ്തുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. കഴിഞ്ഞ കേപ്പ് വെർദെക്കെതിരെയുള്ള മത്സരത്തിന് പിന്നാലെ അർജൻറ്റീൻ കോച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഇതിലെ പോസിറ്റീവ്സ് ഞാൻ എടുക്കുന്നു, നെഗറ്റീവ്സ് ഞാൻ താരങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് അതിന് പരിഹാരം കാണുമെന്ന്. അങ്ങനെ വന്ന പ്രധാനപ്പെട്ട നെഗറ്റീവുകളിലൊന്ന് ടീമിൻ്റെ മധ്യനിര വേണ്ടത്ര നല്ല രൂപത്തിൽ പെർഫോം ചെയ്യുന്നില്ല എന്നുള്ള ഒന്നായിരുന്നു. അതിന് അദ്ദേഹം പരിഹാരം കണ്ടെത്തുന്നു. ഒറ്റമൂലി. എന്താണ് ഒറ്റമൂലി? ലിയാൻഡ്രോ പരേഡസിനെ കളിപ്പിക്കുക. അതാണിപ്പോൾ കോച്ച് തീരുമാനിച്ചിരിക്കുന്നത്. പരേഡസിനെ കളിപ്പിക്കുന്നതിലൂടെ ടീമിൻ്റെ ഫോർമേഷനിൽ തന്നെ മാറ്റം വരുത്താം. ഫോർമേഷനിൽ ഒറ്റയടിക്കുള്ള മാറ്റമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ടാക്റ്റിക്കലി ചില അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് ഡിഫൻസീവ് മിഡിൻ്റെ റോളിൽ ലിയാൻഡ്രോ പരേഡസിനെ കളിപ്പിക്കുക. അപ്പോൾ പരേഡസ് ഇല്ലാത്ത ഘട്ടത്തിൽ അലക്സിസ് മെക്കലിസ്റ്ററാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. മെക്കലിസ്റ്റർ കുറച്ചുകൂടി അറ്റാക്കിംഗ് ഇൻറ്റൻഷനുള്ള ഒരു കളിക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ അവിടെ തളച്ചിടാതെ മുന്നോട്ടേക്ക് കളിപ്പിക്കുക. പരേഡസിന് ആ റോള് കൊടുക്കുക. അൽമേഡയെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കുക, പ്ലേയിങ് ലെവലിൽ നിന്ന് ഒഴിവാക്കുക. കഴിഞ്ഞ കളിയിലൊന്നും മികച്ച പ്രകടനം അൽമേഡയ്ക്ക് നടത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻസോ ഫെർണാണ്ടസും റോദ്രിഗോ ഡി പോളും ഇരു ഭാഗങ്ങളിലായിട്ട് പരേഡസിന് മുന്നിലായിട്ടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇപ്പോൾ കോച്ച് എടുത്തിരിക്കുന്ന ഒരു പ്ലാന്. അതാണ് പ്രശ്നപരിഹാരത്തിന് ഒറ്റമൂലിയായിട്ട് അദ്ദേഹം കാണുന്നത്. അറ്റാക്കിനെ സഹായിക്കാൻ മധ്യനിരയിൽ മെക്കലിസ്റ്ററെ കൊണ്ടും എൻസോ ഫെർണാണ്ടസിനെ കൊണ്ടും സാധ്യമാകും എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. പരേഡസ് വരുമ്പോൾ ഡിഫെൻസീവ്ലി അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ടീമിന് ഗുണം ചെയ്യും എന്നും അദ്ദേഹം കരുതുന്നു. ഇതിൻ്റെ ഒക്കെ സൂചനകൾ ഇന്നലെ സ്കലോനി പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ തന്നെ തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ടീമിൽ പൊസിഷനിങ്ങിലൊക്കെ മാറ്റം വരുത്തി അലക്സിസ് മാക്കലിസ്റ്ററെ അദ്ദേഹത്തിൻ്റെ സാധാരണ കളിക്കുന്ന പൊസിഷനിൽ നിന്ന് മാറ്റി ഡിഫെൻസീവ്ലി ഡിപ്ലോയ് ചെയ്തിരുന്നത് പരേഡസിൻ്റെ പരിക്ക് കാരണമാണ്. കോപ്പ ലിബർട്ടഡോറസിലെ മത്സരത്തിനിടക്ക് പരേഡസിന് പരിക്ക് പറ്റിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പരേഡസ് എപ്പോഴൊക്കെ 100% ഫിറ്റാണോ അപ്പോഴൊക്കെ അദ്ദേഹം ടീമിൽ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആ ഒരു പൊസിഷനിലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നു എന്ന സൂചന കോച്ച് നൽകുമ്പോൾ അതോടുകൂടി ടീമിൽ മാറ്റം വരും. ടീമിൻ്റെ മധ്യനിരയിൽ തന്നെ മാറ്റം വരും. അൽമേഡ ആരാധകരൊക്കെ വലിയ പ്രതീക്ഷയിൽ കാണുന്ന കളിക്കാരനാണെങ്കിലും ഈ വേൾഡ് കപ്പിൽ അതിനൊത്തൊരു പ്രകടനം നടത്തിയിട്ടില്ല. സോ പ്രശ്നപരിഹാരമായിട്ട് അദ്ദേഹത്തെ മാറ്റി പരേഡസിനെ ഡിഫൻസീവ് പൊസിഷനിലേക്ക് ഇറക്കുന്നു. എൻസോ ഫെർണാണ്ടസിന് കുറച്ചുകൂടി അറ്റാക്കിംഗ് ചുമതല അതോടുകൂടി കൊടുക്കാൻ പറ്റും. അലക്സിസ് മെക്കലിസ്റ്റർക്ക് മുന്നോട്ട് കയറി കളിക്കാനും പറ്റും. ഹുലിയൻ അൽവാരസിനും ലിയോ മെസ്സിക്കും അതുവഴി കൂടുതൽ സപ്ലൈ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കളിയിൽ വേണ്ട വിധത്തിലുള്ള പെർഫോമൻസ് നടത്താൻ പറ്റാതെ പോയ ലൗത്രോ മാർട്ടിനസിനെ മാറ്റുന്നു. ഹുലിയൻ അൽവാരസ് ആയിരിക്കും മുന്നേറ്റത്തിൽ കളിക്കുക ലിയോ മെസ്സിക്കൊപ്പം. പക്ഷെ അപ്പോഴും ഉള്ളൊരു പ്രശ്നം, ഹുലിയൻ അൽവാരസും അതേ ഫോമിലല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹോസെ മാനുവൽ ലോപ്പസ് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ത്യാഗ്ലേഫിക്കോ ഇടത് പാർശ്വത്തിൽ വരുന്നതോടുകൂടി കഴിഞ്ഞ കളിയിലെ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടുന്നു വരുന്നു. വലതു പാർശ്വത്തിൽ അപ്പോഴും മോലിന തുടരേണ്ടി വരും. അത് ഒരു ആശങ്കയായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. മൊണ്ടിയിലാണെങ്കിലും മൊളിനയാണെങ്കിലും ഒരു മികവ് ഇതുവരെ കാണിച്ചിട്ടില്ല. എന്തായാലും ഒരു ഒറ്റമൂലി എന്ന രൂപത്തിലാണ് ഇപ്പോൾ പ്രശ്നങ്ങൾക്കൊരു ഒറ്റമൂലി എന്ന രൂപത്തിലാണ് ലിയാൻഡ്രോ പരേഡസിനെ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ. അത് എത്രത്തോളം ഫലം കാണും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷേ മുമ്പൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നീക്കം ഫലം കണ്ടിട്ടുണ്ട്. പിന്നെ ഖത്തർ വേൾഡ് കപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഓരോ കളിക്കനുസരിച്ച് ടീമിൽ ഇങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ടാണ് എപ്പോഴും സ്കലോനി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. അത് തന്നെ അദ്ദേഹം ഇവിടെയും ആവർത്തിക്കാൻ പോകുന്നു എന്ന് വേണം കരുതാൻ. ക്രൂഷ്യൽ സമയങ്ങളിൽ സ്ക്വാഡിൽ മാറ്റം വരുത്തുക എന്നുള്ളത് സ്കലോനിയുടെ രീതിയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.